ഈ തീരുമാനം വരുമ്പോൾ അത് ഒന്നാമത്തെ പോയിന്റിൽ പറയാവുന്നത് ഗവർണർ എന്ന പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കേറ്റ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹുങ്കിനേറ്റ കനത്ത തിരിച്ചടിയാണ്. യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ നിയമസഭ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് പ്രതിപക്ഷമടക്കം ഉന്നയിച്ച തർക്കങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആ ചർച്ചയ്ക്ക് ശേഷം രാജ്ഭവനിലേക്ക് അയച്ചു കൊടുത്ത ബില്ല് പതിവിന് വിരുദ്ധമായി ഇതിലടക്കം മന്ത്രിസഭാ തീരുമാനം ഇതിൻ്റെ വിശദാംശങ്ങൾ പോയി വായിച്ചു കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് നിയമമന്ത്രി പിന്നീട് പറഞ്ഞത്. എങ്കിൽ പോലും ഗവർണറെ അങ്ങനെ പോയി വായിച്ചു കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയ കേസാണ് NPC പറഞ്ഞാൽ 1 വർഷവും 3 മാസവും പിടിച്ചു വെച്ചത്. കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ നിയമം പുതുക്കുന്നത്. അതായത് ലോക്പാൽ നിയമത്തിൻ്റെ അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതേ വ്യവസ്ഥകൾ വെച്ച് ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം, അതിൽ തന്നെ പാർലമെൻറ്റ് അംഗീകരിച്ചൊരു കാര്യമുണ്ട്. ഇത് ലോക്പാൽ കേന്ദ്ര നിയമമാണ്. അതേസമയം ലോകായുക്ത എന്നത് സംസ്ഥാന പ്രശ്നമാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കാണ് ആ നിയമനിർമ്മാണ അവകാശം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ക്ലോസും ആ വ്യവസ്ഥയും ലോക്പാലിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തത്. സംസ്ഥാനങ്ങൾ അതിൻ്റെ പുറത്ത് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിക്കുള്ള അവകാശം നിയമസഭയ്ക്കാണ്, ആ നിയമനിർമ്മാണ അവകാശം എന്നുകൂടി അതിനകത്ത് വ്യക്തമായി പാർലമെൻറ്റ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഇത് പോകുമ്പോഴേക്ക് ഇങ്ങനെ വലിയ കാലതാമസം ഉണ്ടാകുന്നു. അന്ന് തന്നെ കേരളം ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയപ്പോഴാണ് തിടുക്കത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് രാഷ്ട്രപതിക്ക് അയച്ചത്. വളരെ സെലക്റ്റീവായി അയച്ചത്. സത്യത്തിൽ അങ്ങനെ അയക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ഒരു നിയമതർക്കവും ഇതിനകത്തില്ല. പക്ഷേ NPC ഇപ്പോൾ അത് 1 വർഷവും 3 മാസവും എടുത്തു. 3 മാസം കൊണ്ട് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ തന്നെ മാർച്ച് 22-ന് ഇതേ കേസ് സുപ്രീം കോടതിയിൽ വരാൻ പോവുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അന്ന് തന്നെ കോടതി ചോദിച്ചു, എന്തിനാണ് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത്, എന്തിനാണ് കോടതി പരിഗണിച്ചപ്പോൾ ഈ കേസ്, ഈ ഫയൽ, ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ആ ചോദ്യം വരും. അത് പരിശോധിക്കാൻ നമ്മുടെ ഹർജി റീഡ്രാഫ്റ്റ് ചെയ്യാൻ വരെ അന്ന് സുപ്രീം കോടതി അനുവാദം നൽകിയിരുന്നത്. അത് അപൂർവമായൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഗൗരവമായി വിഷയത്തെ എടുത്ത് സുപ്രീം കോടതി ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇതിന് ഇപ്പോൾ ഇനിയും ബില്ലുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ പോലും ഇതിലൊരു തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധതയും പറയാനാവില്ല, ഒരു കേന്ദ്ര നിയമത്തിനും വിരുദ്ധമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി 3 മാസം കൊണ്ട് ഒപ്പിട്ട് അയച്ചത്.